ഏറ്റവും കൂടുതൽ ലവണങ്ങൾ, മിനറൽസ് നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ സഹായിക്കുന്ന ഉപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഹിമാലയൻ സാൾട്ട് ആണ്. നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി, ഹിമാലയൻ സാൾട്ട്, ഹിമാലയൻ പിങ്ക് ഉപ്പ്. എന്തുകൊണ്ടാണ് പിങ്ക് കളർ വരുന്നത്? അതിനകത്ത് ഒന്നോ രണ്ടോ മിനറൽ അല്ല, കടലുപ്പില് ഒറ്റ മിനറലാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒറ്റൊരു മിനറലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നിറം ഒറ്റ കളറാണ്. അതിനകത്ത് അയഡിൻ എന്ന് പറയുന്ന കണ്ടന്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. കടലുപ്പ് തന്നെ ഒരു പരിധി വരെയൊക്കെ ഉണ്ട്, കടൽ പായലിലൊക്കെ ഇഷ്ടംപോലെ അയഡിൻ ഉണ്ട്. അപ്പൊ അയഡിനും അതിനകത്തുണ്ട്, അതിൽ കൂടുതലൊന്നും അതിനകത്ത് ഇല്ല. എന്നാൽ നമ്മുടെ ഹിമാലയൻ ഇന്ദുപ്പിൽ, ഹിമാലയൻ സാൾട്ടില് നമുക്ക് 80-ൽ കൂടുതൽ മിനറൽസ് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളത് മുഴുവൻ അതിനകത്തുണ്ട്. അതിനകത്ത് കാൽസ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, അയൺ ഉണ്ട്, ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സഹായിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഈ സമയത്ത്, ഇനി റംസാൻ മാസമായിട്ട് ബന്ധപ്പെട്ട എന്താണ് അതിന്റെ ഗുണം എന്ന് പറയാം. നമ്മള് പകൽ സമയങ്ങളിൽ എന്ത് കഴിക്കില്ല? ഭക്ഷണം, പാനീയം ഇല്ല, എല്ലാവർക്കും അറിയാം. ഈ ഭക്ഷണവും പാനീയവും ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ഡീഹൈഡ്രേഷൻ ആണ്. അതായത് ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആണല്ലോ. ജലാംശം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആന്തരികമായിട്ടുള്ള പല പ്രവർത്തനവും നന്നായി നടക്കണം. ദഹന പ്രക്രിയ മാത്രമേ തൽക്കാലം മാറ്റി വെക്കുന്നുള്ളൂ. ആ ദഹന പ്രക്രിയ മാറ്റി വെക്കുന്ന സമയത്തും രക്തഓട്ടം നടക്കുന്നുണ്ട്. ശരീരത്തിൽ എല്ലാ ഭാഗത്തും രക്തം എത്തണം, എല്ലാ ഓർഗൻസും നന്നായി പ്രവർത്തിക്കണം. ഇങ്ങനെ എല്ലാ അവയവങ്ങളും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ശരീരത്തിന് വേണ്ടുന്ന കാര്യം വെള്ളമാണ്. വെള്ളം കഴിക്കുന്നില്ല നമ്മൾ. ആ സമയത്തും ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ ഇല്ലാതെ ഹൈഡ്രേറ്റഡ് ആയി നിലനിർത്താൻ ഈ പിങ്ക് ഉപ്പ് സഹായിക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ രാത്രികാലങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പിങ്ക് ഉപ്പാണെങ്കിൽ ശരീരത്തിൽ ഹൈഡ്രേഷൻ നിലനിർത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. മറ്റൊരു പ്രധാന പ്രശ്നം നമ്മൾ പല സമയത്തും പറയാറുണ്ട്, സാറേ ബാലൻസിങ്ങിന്റെ ഒരു പ്രശ്നമുള്ള ആളുണ്ടല്ലോ, എന്ത് ചെയ്യുന്നൊക്കെ എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ബാലൻസിങ്, ശരിക്കും പറഞ്ഞാൽ ബാലൻസിങ്ങിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് അയൺ കണ്ടന്റിന്റെ കുറവാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഞാൻ പറയാം രക്തക്കുറവായിരിക്കാം, കൂടുതൽ കാര്യങ്ങളും അങ്ങനെയാ വരുന്നത്. അതേ സംബന്ധിച്ചോ നമ്മളെ തലച്ചോറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബാലൻസിങ്ങിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ബാലൻസിങ്ങിനെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് ഈ പറയുന്ന ഇന്ദുപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിമാലയൻ സാൾട്ട് എന്ന് പറയുന്ന ഉപ്പ്. അതുപോലെ തന്നെ ഡൈജഷൻ, നമ്മുടെ ദഹന പ്രക്രിയയെ നന്നായി നിലനിർത്താൻ ഇതിന് സാധിക്കും എന്നുള്ളത് മറ്റൊരു ഗുണമാണ്. അതേപോലെ തന്നെ നമ്മളെ മസിൽ സ്ട്രെങ്തിനെ നന്നായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് നമ്മുടെ ഇന്ദുപ്പ്. അല്ലെങ്കിൽ ഇന്ദുപ്പ് എന്ന് നമ്മളെ നാടൻ ഭാഷയിൽ മലയാളത്തിൽ പറയുന്നതാണ്, അറിയാതെ പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ ഹിമാലയൻ സാൾട്ട്. ഹിമാലയൻ സാൾട്ട് നമുക്ക് മാത്രമേ ഉള്ളൂന്നല്ല കേട്ടോ. ഹിമാലയൻ സാൾട്ട് എവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കോറിയൊക്കെ ഉണ്ടല്ലോ, പാറ പൊട്ടിച്ച് മെറ്റലും എംസാൻഡും ഒക്കെ കയറ്റി വിടുന്ന പോലെ ഹിമാലയൻ സാൾട്ട് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധാരണ മിനറലാണ്. ഭൂമിയിൽ നിന്ന് എല്ലാ കണ്ടന്റും മിനറൽസും അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയിലാകുന്നുണ്ട് കരപ്രദേശങ്ങളിൽ എല്ലാ മിനറൽസും കരയിലുണ്ടാവും. ആ എല്ലാ മിനറൽസും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത്. പൊതുവെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള, ദഹനത്തെ നന്നായി സഹായിക്കുന്ന, റെസ്പിറേറ്ററി ഫങ്ഷൻസ് അതായത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സഹായിക്കുന്ന, എല്ലാ അർത്ഥത്തിലും നമുക്കൊരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഒരു ഉപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയൻ സാൾട്ടാണ്. സാധാരണ സാൾട്ടിന്റെ റേറ്റിൽ ഇത് കിട്ടാറില്ല. നിങ്ങൾ വെറുതെ ഹിമാലയൻ സാൾട്ടിന്റെ റേറ്റ് ഒക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ അറിയാം, നല്ല റേറ്റ് ഉള്ളതാണ്. കാരണം ഇതിന് ഖനനം ചെയ്യാൻ ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ക്ലീനിങ്ങിന് വേണ്ടി കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറെ നല്ല എക്സ്പെൻസ് വരും. കടലുപ്പിന് അങ്ങനത്തെ യാതൊരു എക്സ്പെൻസും ഇല്ല, നേരെ കുറുക്കുക, പാക്കറ്റിലൊക്കെ വിടുക. അപ്പോ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ്, നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഉപ്പാണ്. അപ്പോ ഈ ഉപ്പ് നമ്മളിന്ന് ശീലമാക്കുന്നത് നല്ലതാണ്. ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ വാങ്ങുള്ളൂ. ഞാൻ ഏതായാലും എത്രയോ കാലമായി നോക്കി നടന്ന, അല്ലെങ്കിൽ നല്ല ഉപ്പ് എവിടെ കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നടന്നിരുന്നു. നല്ല ഉപ്പ് കടലുപ്പ് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഇന്നത്തെ അയഡൈസ്ഡ് അല്ലാത്ത ഉപ്പ് കിട്ടാൻ വേണ്ടി കുറെ ശ്രമിച്ചിരുന്നു. പക്ഷെ അയഡൈസ്ഡ് അല്ലാത്ത ഉപ്പ് ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്, കടലുപ്പ് അയഡൈസ്ഡ് ആയിട്ട് വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള റൂളോ എന്തോ ഉള്ളത് കൊണ്ടായിരിക്കാം, അത് മാത്രമേ കിട്ടാനുള്ളൂ എവിടെ നോക്കിയാലും. അപ്പോഴാണ് എനിക്ക് ഭാഗ്യത്തിന് നമ്മുടെ കമ്പനി തന്നെ, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കമ്പനിക്ക് നമ്മൾ കൊണ്ടു തരുന്നുണ്ട്. എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നോ, ഇത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അത് കൊണ്ടുതരുന്നു. അങ്ങനെ നമ്മുടെ കമ്പനി MD പറഞ്ഞത് പിൻ ടു പ്ലെയിൻ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും ആ പിൻ ടു പ്ലെയിൻ എന്നുള്ളത് കമ്പനി തുടങ്ങുന്ന സമയം, അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു 6 പ്രൊഡക്റ്റ് കൊണ്ട് തുടങ്ങിയ കമ്പനി
ഇന്ന് 160 കൂടുതൽ ഉൽപ്പന്നങ്ങൾ എന്തായാലും ആയിക്കഴിഞ്ഞു. ഏതായാലും 2030 ആകുമ്പോഴത്തേക്ക് ഇതൊരു 3000 കൂടുതൽ പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും. അത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഉൽപ്പന്നങ്ങൾ നേരത്തെ ഇതിന്റെ പാരന്റ് കമ്പനി ചെയ്തിരുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ബിഗ് ബസാറുമായിട്ട് ടൈപ്പായി നമുക്ക് വരുമാനം വരുന്ന സമയത്ത് ഒരു കൂപ്പൺ നമുക്ക് എക്സ്ട്രാ തരും. ആ കൂപ്പൺ ഉപയോഗിച്ച് നമ്മൾ ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് ആ കൂപ്പണിലും ചെറിയൊരു BV നമുക്ക് കമ്പനി അയച്ചു തരും. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ എവിടെ പോയി നിങ്ങൾ റിലയൻസിന്റെ മാളിൽ പോയിട്ട് സാധനം വാങ്ങിയാലും, ഇനി ഹൈലൈറ്റ് മാളിൽ പോയി സാധനം വാങ്ങിയാലും, എവിടെ പോയിട്ട് വാങ്ങിയാലും അവിടെയൊക്കെ സാധനം വാങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്ന ലെവലിലേക്കാണ് കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ ലെവൽ വളരുന്ന സമയത്ത് അന്ന് ടീം ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ശുദ്ധ അസംബന്ധം വേറെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് തന്നെ മാക്സിമം ടീം ഉണ്ടാക്കിയെടുക്കാൻ, ടീം ക്രിയേറ്റ് ചെയ്യാൻ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. മാക്സിമം ടീമിനെ ക്രിയേറ്റ് ചെയ്ത് നാളുകളിൽ ഈ ടീമിലൊക്കെ ആരൊക്കെ എന്തൊക്കെ ഉൽപ്പന്നം എവിടുന്ന് വാങ്ങിയാലും അതിന്റെ ഒക്കെ ഒരു വിഹിതം നമ്മളെ അക്കൗണ്ടിലേക്ക് എത്താനുള്ളതാണ്. അങ്ങനെ അക്കൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് സുഭിക്ഷമായി ജീവിക്കാൻ അന്ന് വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് റെസ്റ്റ് ഇല്ല. നമുക്ക് ഇപ്പൊ ബെസ്റ്റ് ആയിട്ട് നന്നായി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് റെസ്റ്റ് എടുക്കാൻ, റെസ്റ്റ് ഇൻ പീസ് ആണ്. അതിനിടയ്ക്ക് നമുക്ക് റെസ്റ്റ് ഇല്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി പണിയെടുക്കുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ പ്രവൃത്തിക്ക് യാതൊരു ഭംഗവും വരുത്താതെ എല്ലാവരും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക.